ഒരു ജനാധിപത്യ രാജ്യത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ ആ രാജ്യത്തെ പ്രധാനമന്ത്രി താൻ ദൈവമാണെന്ന് പ്രഖ്യാപിക്കുക, താൻ പ്രതിനിധാനം ചെയ്യുന്ന സംവിധാനത്തിന് വോട്ട് ചെയ്തില്ല എങ്കിൽ പുണ്യം ലഭിക്കില്ലെന്ന് പറയുക. ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൻ്റെ പശ്ചാത്തലത്തിൽ ധ്യാനം ഇരിക്കാൻ പോവുക. ഈ ധ്യാനം ഏതാണ്ട് ഡസൻ കണക്കിന് ക്യാമറകൾ ഉപയോഗിച്ച് ലോകം മുഴുവൻ പ്രചരിപ്പിക്കുക. ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെ തന്നെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നും ഉയർന്നു വരുന്ന സാഹചര്യമുണ്ടായി. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത് ഒരു തരത്തിലും ദോഷമായിട്ടുള്ളൊരു കാര്യമായി മനസ്സിലാക്കിയിട്ടില്ല എന്നുകൂടി ഘട്ടത്തിൽ പറയണം. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം അത് രാഷ്ട്രീയ ധ്യാനമാണ് എന്നുള്ള വിമർശനമാണ് പൊതുവിൽ ഉയർന്നിരിക്കുന്നത്. ഇന്നത്തെ കാര്യത്തിൽ മോദിയുടെ രാഷ്ട്രീയ ധ്യാനം. 2019 തെരഞ്ഞെടുപ്പിലും ഈ സമാനമായ രീതിയിലുള്ള സംഭവം കണ്ടിരുന്നു. ഇത്തവണ പക്ഷേ മോദി തെരഞ്ഞെടുത്തത് കന്യാകുമാരിയാണ്. വിവേകാനന്ദ പാറയിലാണ് ഇപ്പോൾ ഇത്തവണ ധ്യാനം നടക്കുന്നത്. ധ്യാനം എന്ന് നമ്മൾ പറയുമ്പോൾ അത് ഒരാളുടെ ഉള്ളിലേക്കുള്ള ഒരു നോട്ടമാണ്, അല്ലെങ്കിൽ സ്വയം തിരുത്തുന്നതിനുള്ള കാര്യങ്ങളാണ്, തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞു വെക്കുക. പക്ഷേ ഡസൻ കണക്കിന് ക്യാമറകൾ നിരത്തിക്കൊണ്ട് ഒരാൾക്ക് എങ്ങനെയാണ് അത്തരത്തിൽ ഏറ്റവും വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ കഴിയുക? ധ്യാനം എന്ന് പറയുന്നത് വ്യക്തിപരമായിട്ടുള്ള ഒരു കാര്യമായിട്ട് തന്നെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്. നിരവധിയായിട്ടുള്ള യോഗീവര്യന്മാരൊക്കെ അതിന് ഉദാഹരണങ്ങളുമാണ്. ഏതെങ്കിലും ഒരു യോഗീവര്യൻ എപ്പോഴെങ്കിലും ഒരു ധ്യാനം അത്തരത്തിൽ ആൾക്കൂട്ടത്തിനിടയിൽ നടത്തിയതായി കേട്ടുകേൾവി പോലുമില്ല. പക്ഷേ അവിടെയാണ് നരേന്ദ്രമോദി തൻ്റെ ധ്യാനത്തെ ഒരാഘോഷമാക്കി മാറ്റിയിരിക്കുന്നത്. എന്തായാലും തെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണ ഘട്ടത്തിലാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ അവസാനഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു ധ്യാനത്തിലേക്ക് നരേന്ദ്രമോദി എത്തുന്നത്. ഇതിനെതിരെയാണ് പ്രതിപക്ഷം ശക്തമായ രീതിയിലുള്ള വിമർശനവുമായി രംഗത്ത് വരുന്നത്. ഇത് കൃത്യമായ രീതിയിലുള്ള രാഷ്ട്രീയ പ്രവർത്തനമാണ് എന്നുള്ള, അല്ലെങ്കിൽ പ്രചാരണ പ്രവർത്തനമാണ് എന്നുള്ള വിമർശനമാണ് പ്രതിപക്ഷം പ്രധാനമായും ഉയർത്തിക്കാട്ടിയത്. അത് സംബന്ധിച്ച് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉൾപ്പെടെ പരാതി നൽകുകയും ചെയ്തു. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അത് ബോധ്യപ്പെട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഖേദകരമായിട്ടുള്ള കാര്യം. എന്തായാലും വർഗീയ വിമർശനങ്ങൾ, പരാമർശങ്ങളൊക്കെ നിരവധി തവണ നടത്തിയിട്ടുള്ള നരേന്ദ്രമോദിയുടെ ആ പരാമർശങ്ങളോട് കണ്ണടച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇത്തവണത്തെ നടപടിയിൽ അത്ഭുതപ്പെടാൻ ഒന്നും തന്നെ ഇല്ല എന്ന് തന്നെ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടതും അത് തന്നെയാണ്. ഒരു ജനാധിപത്യ രാജ്യത്താണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്നത് എന്ന് പറയുന്നതാണ് ഏറ്റവും ലജ്ജാകരമായിട്ടുള്ള കാര്യം. എന്തായാലും തെരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ, അല്ലെങ്കിൽ വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രമാണ് ബാക്കിയുള്ളത്. ആ ഘട്ടത്തിലാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയൊക്കെ നിലപാടുകളെക്കുറിച്ചും എന്തായാലും വരും ദിവസങ്ങളിൽ ചർച്ചയാകാതിരിക്കില്ല.